ഓൺലൈൻ മാധ്യമരംഗത്ത് ഷാജൻ സ്കറിയ അത്യാവശ്യം ശ്രദ്ധേയനായ വ്യക്തി തന്നെയാണ്. ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഷാജൻ സ്കറിയ പലരെയും വിമർശിക്കാറുണ്ട്. ഓൺലൈൻ മീഡിയ എന്ന നിലയിൽ ABC-യും പലരെയും വിമർശിക്കാറുണ്ട്, സർക്കാരിനെ വിമർശിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഒരിക്കലും സഭ്യമല്ലാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. പക്ഷേ ഷാജൻ്റെ ഭാഷയിൽ ഈ സഭ്യമല്ലാത്ത കുറേ പദപ്രയോഗങ്ങൾ കടന്നു വരുന്നു എന്ന ആരോപണം നേരത്തെ ഉണ്ട്. ഒരുപക്ഷെ പിണറായിക്കെതിരെ, മകൾക്കെതിരെ ഒക്കെ ഞാൻ വാർത്ത കൊടുത്തുകൊണ്ടാണ് എനിക്ക് ഈ ദുർഗതി വന്നതെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ലേ ഒരുപക്ഷെ ഷാജനെ ചതിച്ചത്? ഇപ്പോൾ വന്നിരിക്കുന്ന കേസെന്ന് പറയുന്നത് മാഖിയിലുള്ള ഒരു വനിത നൽകിയിരിക്കുന്നതായിട്ടുള്ള കേസാണ്. അപകീർത്തികരം എന്നാണ് അതിൻ്റെ വിശേഷണം. തന്നെ അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഭാഷയിലാണ് ഷാജൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് പരാതിക്ക് കാരണമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിഫാമേഷൻ കേസാണത്, അപകീർത്തികരമാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഭാഷ തന്നെയാണ്, വിമർശനമല്ല പ്രശ്നം. പക്ഷേ ഷാജൻ പറയുന്നത് ഞാൻ പിണറായിക്കെതിരെയും അതേപോലെ തന്നെ പിണറായിയുടെ മകൾക്കെതിരെയും നടത്തുന്ന വിമർശനത്തിൻ്റെ ഫലമായിട്ടാണ് തന്നെ സർക്കാർ വേട്ടയാടുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. പക്ഷേ നമ്മൾ ABC ചാനൽ നിരന്തരമായിട്ട് സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചാനലാണ്. അതെ, മുഖ്യമന്ത്രിയെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്ന ചാനലാണ്. മുഖ്യമന്ത്രിയുടെ മകളെയും വെറുതെ വിടുന്നില്ല, കർശനമായ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ കേസുകൾ വരുന്നില്ല. കേസ് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത തന്നെയാണ്. ഒരിക്കലും സഭ്യമല്ലാത്തതായിട്ടുള്ള ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നത് നമുക്കെതിരെ കേസ് വരാതിരിക്കാനായിട്ട് കാരണമായി തീരുന്നുണ്ട്. സഭ്യതരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഏത് ചാനലായി കഴിഞ്ഞാലും ആ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അന്തസത്ത എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ഭാഷ തന്നെയായിരിക്കും. വിമർശനം വേണം, വിമർശനത്തിനാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഈ വിമർശനമില്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ആരും കാണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പലതും നമുക്കറിയാം പെയ്ഡ് വാർത്തകളാണ്. പെയ്ഡ് വാർത്തകളെന്ന് പറഞ്ഞാൽ പണം വാങ്ങിയിട്ട് നൽകുന്നതായിട്ടുള്ള വാർത്തകൾ. പല വാർത്തകളും അവർ മുക്കിക്കളയും. അങ്ങനെ അവർ മുക്കിക്കളയുന്ന വാർത്തകളാണ് സാധാരണ രീതിയിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതലായിട്ട് കാണും. എത്രയോ വാർത്തകൾ. ആ വാർത്തകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കർശനമായിട്ടുള്ള രീതിയിൽ അതിനൊരു ക്രിട്ടിക്കൽ മൈൻഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലുക്ക് എന്ന് പറയുന്നത് ഉണ്ടാകും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്രിട്ടിക്കൽ ലുക്കാണ് ഈ വാർത്തകളെ എന്ത് ചെയ്യുന്നത്, വിറ്റഴിക്കുന്നതിന്, മാർക്കറ്റ് ചെയ്യുന്നതിന് സഹായകരമായിത്തീരും. ഇപ്പോൾ ഷാജൻ സ്കറിയ വാർത്തകളെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ്. വളരെ ശ്രദ്ധേയനായിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ളതുകൊണ്ടും അദ്ദേഹം ശ്രദ്ധേയനാണ്. ഇപ്പോൾ വിമർശനമാണ് അദ്ദേഹത്തെ എന്താക്കി തീർക്കുന്നത്, പ്രശസ്തനാക്കുന്നത്. പക്ഷേ ആ വിമർശനം അതിരുവിടുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഷ അതിരുവിടുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പലരും കേസ് ഫയൽ ചെയ്യും. അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇവിടെ ഗാന വിജയൻ എന്ന് പറയുന്ന UAE-യിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് അവർ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭാഷാ പ്രയോഗം നടത്തി എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നതായ പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പോലീസ് അതൊരു എക്സിബിഷനിസമാക്കി മാറ്റി. അയാൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തു. ഷർട്ടൊക്കെ ഇട്ടിട്ട് അയാളെ ഊണ് കഴിപ്പിച്ച് കൈയഴിച്ച് വേണമെങ്കിൽ തോർത്തൊക്കെ കൊടുത്തിട്ട് തുടപ്പിച്ചൊക്കെ കൊണ്ടുപോകാം. അതുകൊണ്ടൊന്നും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പോലീസിനെ ഒരു ഷോ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് സ്കറിയോട് പറഞ്ഞ് നീ എഴുന്നേറ്റ് വാ, ഷർട്ടൊന്നും ഇടണ്ട, ഷർട്ട് ഇടാണ്ട് നിന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോലീസ് കൊണ്ടുപോയി. സ്കറി ആവട്ടെ അതൊരു വലിയ വാർത്തയൊക്കെ അതും നന്നായിട്ട് വിറ്റഴിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നുള്ള പാഠം എന്താണ്? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കണം, ശക്തമായിട്ട് തന്നെ വിമർശിക്കണം. വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ ആളുകളുണ്ടാവുകയുള്ളൂ.
സാർ, അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയയിൽ നമ്മൾ വിമർശനം നടത്തുന്നു, വാർത്ത നടത്തുന്നു ഒക്കെ പറയുമ്പോൾ ഈ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പക്ഷേ ആ പ്രതികരിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലെ മോശം പദപ്രയോഗങ്ങളോ തെറിവാക്കുകളോ ഒന്നും നമ്മൾ പരമാവധി ഉപയോഗിക്കുകയില്ല. അത് നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ ചില ഓൺലൈൻ മീഡിയകൾ വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു, വളരെ മോശമായ ഒരു സമൂഹത്തിൽ പരസ്യമായി പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് കൂടുതൽ കയ്യടി കിട്ടും, അതിന് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും. അങ്ങനെയാണ് ഷാജൻ സ്കറിയയ്ക്കും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നതെന്നും അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അത്തരമൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണപ്പെടുന്നുണ്ട് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, സംസ്കാരമൊക്കെ കുറച്ചുകൂടി നല്ലതാണെങ്കിൽ ഇത്രയും ശത്രുക്കളെ ഒരുപക്ഷെ സൃഷ്ടിച്ചു എന്ന് വരില്ല, അല്ലേ? അല്ല, ശത്രുക്കളെ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ വിമർശിക്കുമ്പോൾ ശത്രുക്കളുണ്ടാവും. പക്ഷേ ആ ശത്രുക്കൾക്ക് നമ്മളെ അടിക്കാനായിട്ട് വടി കൊടുക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മോശമാകുമ്പോഴാണ് നമ്മുടെ ശത്രുക്കൾ നമ്മളെ എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. ഇപ്പോൾ കേസ് വരുന്നത് അങ്ങനെയല്ല. അല്ലെങ്കിൽ കേസിന് ഒരു പ്രസക്തിയില്ല, കേസ് വരാനായിട്ട് കഴിയില്ല. കേസ് വരുന്നത് ഇങ്ങനെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതാണ്. മോശമായ ഭാഷ ഉപയോഗിച്ചതിൻ്റെ പേരിലാണോ സ്കറിയനെ അറസ്റ്റ് ചെയ്തത് എങ്കിൽ സ്കറിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയും. അതല്ല, തികച്ചും അന്യായമായ രീതിയിലാണ് അയാളെ അറസ്റ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ സപ്പോർട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഷർട്ടിട്ട് അദ്ദേഹത്തെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടുന്ന് പോലീസ് അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും കൂടി സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഷാജൻ സ്കറിയെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എനിക്കൊന്ന് പോലീസ് ശരിക്കും എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോ കാണിച്ച് ഷാജൻ സ്കറിയൊക്കെ വാർത്ത ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയ കൂടി അവിടെ ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ടത്? മോശമായ ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. മോശമായ ഭാഷ ഉപയോഗിക്കുമ്പോഴൊരു ഗുണം എന്താണ്? എരിവും പുളിയും ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ രണ്ട് വീട്ടുകാർ തമ്മിലോ അടുത്തുള്ള ആളുകൾ തമ്മിലൊക്കെ തല്ലുപിടിക്കുന്ന സമയത്ത് ആളുകളിങ്ങനെ ഓടിക്കൂടും കാഴ്ചക്കാരായിട്ട്. തെറിയും ബഹളവും ആഭാസ ഭാഷകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ അത് കേൾക്കാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ സ്വഭാവം ഇതാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഈ പൂരപ്പാട്ട് കേൾക്കാനുണ്ട് എത്രയോ ആളുകൾ പോകുന്നുണ്ട്. ആ ഭരണിപ്പാട്ടെന്ന് പറയുന്നത് തെറിപ്പാട്ടാണ്. ഇത് കേൾക്കാനായിട്ടുള്ള ഒരു സുഖം എന്ന് വെച്ചാൽ മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒളിഞ്ഞു നോട്ടത്തിന് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. ആ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ തന്നെ ഒരു രീതിയാണ് എന്തിലുള്ളത്, ഇത്തരം മോശമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത്. ആ സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എരിവും പുളിയുള്ളതായിട്ടുള്ള ഭാഷ പ്രയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ കേൾവിക്കാരുണ്ടാകും. ഷാജൻ്റെ വീഡിയോകൾ പലതും അങ്ങനെ നല്ല രീതിയിൽ കയറിപ്പോകുന്നതാണ്, നല്ല അപ്ലിഫ്റ്റ് കിട്ടുന്ന വാർത്തകളായി മാറുകയാണ് ചെയ്യുന്നത്. വിമർശനം കൊണ്ട് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷ കൊണ്ടുകൂടിയാണ്. മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മൾക്ക് തന്നെ തോന്നും ഇത് ശരിയല്ല എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ. അത് പക്ഷേ നമുക്ക് പറയാനായിട്ട് ശേഷിയുണ്ടാവില്ല, നമുക്ക് പറയാനായിട്ട് കഴിവുണ്ടാവില്ല. അപ്പോഴാണ് ഷാജൻ സ്കറിയ എന്ത് ചെയ്യുന്നു, അത് പറയുന്നു, നമ്മൾ കൈയടിക്കരുത്. കാരണം നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യം ഷാജൻ പറയുന്നു, അതുകൊണ്ടാണ് ഷാജനെ നമ്മളെന്ത് ചെയ്യുന്നത്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഭാഷ മോശമാവണം എന്ന് ഇത് കേൾക്കുന്ന ഒരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അദ്ദേഹം പക്ഷേ എല്ലാ ആളുകളെയും ഇതിനകത്തേക്ക് ഓടിക്കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആർപ്പുളികളോട് അദ്ദേഹത്തെ അങ്ങോട്ട് ആരവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നന്നായിട്ട് എരിവുള്ള വാർത്തകളായിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭാഷയെ പ്രയോഗത്തിൽ ട്വിസ്റ്റ് ചെയ്ത്. ആ ട്വിസ്റ്റാണ് ഇത്തരം കേസുകളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കേസുകളിങ്ങനെ കൂടി വന്ന് പിന്നീട് ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാത്ത തരത്തിലേക്ക്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെ ശ്രദ്ധിക്കില്ല. അത് അദ്ദേഹത്തിന് മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇനി വരുന്ന കാലത്തെങ്കിലും ഈ വിമർശിക്കണം, അതിശക്തമായിട്ട് വിമർശിക്കണം, നല്ല മൂർച്ചയോട് വിമർശിക്കണം. പക്ഷേ ഭാഷ ഒരിക്കലും അതിൻ്റെ പരിധി വിട്ടതാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പാഠമാണ് ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന മാത്രമല്ല നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് അതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് സമൂഹത്തിനോ വ്യക്തികൾക്കോ പരിക്കേൽപ്പിക്കുന്നോ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ആഭാസ ചുവയുള്ളതാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷാജൻ ചെയ്തതിനോ അല്ലെ ഷാജിനെ അറസ്റ്റ് ചെയ്തതിനോ നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം ഷാജൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത്ര ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം 90 വയസ്സുള്ള മാതാപിതാക്കളുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു ഷർട്ട് ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നിനക്ക് ഞാൻ ഷർട്ട് വാങ്ങിത്തരാം എന്ന് പോലീസുകാർ പറയുന്നു. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടും ഷാജൻ ഇരുന്നില്ല, ഞാൻ തറയിലാണ് ഇരുന്നതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഗുണം കിട്ടിയ സത്യത്തിൽ ഷാജൻ തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ
ഒരു ലൈവ് ചാനലുകളെല്ലാം നിറഞ്ഞിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അറ്റൻഷൻ മുഴുവൻ അവിടേക്ക് പോവുകയും ഷാജിനെ വേണമെങ്കിൽ റിമാൻഡ് ചെയ്ത് ജയിലിലിടാം, 2 ദിവസം അവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് ആരൊക്കെയോ പ്ലാൻ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇവിടെ സംഭവിച്ചത് അല്ലേ. അപ്പോൾ ഷാജിൻ്റെ ഭാഷ കുറച്ചുകൂടെ കൃത്യമായിട്ട് അദ്ദേഹം നന്നായി ഉപയോഗിക്കട്ടെ. പക്ഷേ ഷാജിനെ ഈ കുടുക്കിലാക്കാനായിട്ട് ശ്രമിച്ച അവരുടെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ലല്ലോ. ഈ ഭരണകൂടങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഭരണകൂടങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ നമ്മളെ നിശബ്ദമാക്കാനായിട്ട് ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഷാജിനെ എപ്പോഴും നിശബ്ദമാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. മാത്രമല്ല അതിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള പോലീസും ആ പോലീസിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളും. പോലീസ് എന്ന് പറയുന്നതിന് പ്രത്യേക മുഖമൊന്നുമില്ല, പോലീസ് അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ വളരെ ഗൂഢാലോചന നടത്തി പ്രവർത്തിക്കുന്ന ചില എലിമെൻസ് ഉണ്ട്. ആ എലിമെൻസാണ് ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അവിടെ ചെല്ലുമ്പോൾ അയാൾ ഭക്ഷണം കഴിച്ച്, ഇവർക്ക് അറിയാൻ വേണ്ടാവും ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ കയറി ചെല്ലുന്നതൊക്കെ. അറിയാതെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറന്നെത്തുന്നതല്ല, എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മാതാപിതാക്കളുടെ മുമ്പിലിരിക്കുകയായിരിക്കും. അപ്പോൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് തന്നെ അയാളെ ഷർട്ട് ഇടിക്കാണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക. ഷാജൻ ഇതിനെ എതിർത്ത് നിന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വേറൊരു സീനായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഷാജനൊന്നും ചെയ്ത്, കാരണം ഷാജനെന്നറിയാം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോകും, ഹാജരാക്കും, വിടും. ഇതൊക്കെ ഒരു നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്കെന്ത് പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിമർശിക്കണം, ശക്തവും രൂക്ഷവുമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശിക്കണം. പക്ഷേ ആ ഭാഷ ഒരിക്കലും ആഭാസച്ചുവയുള്ളതാകാൻ പാടില്ല, അപകീർത്തികരമായിട്ട് അത് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ഡിഫാമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെയാണ്. ഏതൊരു മാധ്യമ പ്രവർത്തനം ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അതിനെക്കുറിച്ചാണ്. താൻ സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെ മറ്റുള്ളവർക്ക് അപകീർത്തികരമായിട്ട് മാറിത്തീരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അപകീർത്തി കേസിലേക്ക് വരാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രിക്കോഷൻ, മുൻകരുതലെടുക്കേണ്ടതാണ്. ഇതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇതിൽ നിന്ന് സ്വീകരിക്കാവുന്നൊരു പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിമർശനം ഒഴിവാക്കിയിട്ട് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് അധികാരികൾക്ക് കീഴടങ്ങാൻ പാടില്ല, അവർക്ക് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കാൻ പാടില്ല. വളരെ ശക്തവും സത്യസന്ധവും ആയിട്ടുള്ള രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തണം. അതിന് അറസ്റ്റ് വരട്ടെ. ആ കാര്യത്തിലൊക്കെ നമ്മൾ ഷാജനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് അറസ്റ്റും വരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധീരത കാണിച്ച് നിൽക്കൂ. പക്ഷേ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് വരുന്ന പാകപ്പിഴ നിങ്ങൾ എന്ത് ചെയ്യണം? തിരുത്തണം. ഇപ്പം പിയേഴ്സൺ സാർ പറഞ്ഞു വെക്കുന്ന ഇതാണ്, ഭാഷാ വൈകൃതം എന്ന് പറയുന്നത് വളരെ വലിയ പ്രശ്നമാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭാഷ, ഇപ്പോൾ ABC പരമാവധി നല്ല ഭാഷയിൽ തന്നെയാണ് വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഇനി എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അത് വിമർശിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ്, നമ്മളത് തിരുത്തുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.